ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളെന്താ ഇരുട്ടത്ത് നിൽക്കുന്നേ? ഞങ്ങള് ഒരു ബോംബ് ഉണ്ടാക്കുന്ന കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. അല്ല, നിനക്കെന്ത് ഉറക്കമില്ലേ? എനിക്ക് ഉറക്കമൊക്കെ ഉണ്ട്. ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ചേട്ടൻ എവിടെ പോകുന്നു? എനിക്കൊന്നും വേണ്ട പ്രിയ. അല്ല, നിങ്ങൾക്ക് വിശപ്പില്ലേ? എനിക്ക് തീരെ വിശപ്പില്ല. ഓ, എന്താ പ്രിയച്ചി, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്ന? പ്രിയച്ചിക്ക് എന്തോ ഒരു മൂഡൌട്ട്. ഓ, മനസ്സിന് ഒരു സുഖമില്ല. കണ്ടില്ലേ ജേട്ടന്റെ ഈ കള്ളുകൂടി. സത്യം പറഞ്ഞോ, അതിൽ കൂടുതൽ വിഷമിക്കേണ്ടത് ഈ ഞാനല്ലേ. എന്റെ അച്ഛനും എന്റെ രാജുവാ ഒരുപോലെ ആ ലാപ്ടോപ്പ് വിഷയത്തില് കുടുങ്ങിക്കിടക്കുന്നത്. അല്ല പ്രിയച്ചി, കൊച്ചമണി വല്യമ്മയും ജേട്ടനും ഫുഡ് കഴിക്കാതെ പോയതെന്താ? ആർക്കറിയാം. അമ്മയും മകനും തമ്മിൽ എന്തൊക്കെയോ തരികിടകളുണ്ട്. രണ്ടെണ്ണവും സത്യം പറയില്ലല്ലോ. ഇത് തീക്കളിയാ. നിങ്ങൾ ഈ കുളു മണാലി പുളു മണാലി എന്നൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴേ ഞാൻ താക്കി പോയതാണ്. പിടി വീഴുവാടാ. ഗവൺമെന്റിന് വെട്ടിച്ച കേസാണ്. പിടി വീഴും. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യും. ലാപ്ടോപ്പൊക്കെ പൊട്ടി തെറിച്ചതാ കേട്ടത്. ഇതൊക്കെ വലിയ പ്രശ്നമാവുന്നല്ലേ. ഓ, എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്ര ഏഴാം കൂലി കമ്പനി? ഞാൻ വല്ലതും പറഞ്ഞോണ്ടല്ലോ. പോലീസ് പിടിച്ചാലേ പിടിക്കുന്നിടത്ത് വെച്ച് ഇടി തുടങ്ങും. ആ ഇടി ലോക്കപ്പ്, കോടതിയേറ്റ്, ഒടുവില് സെൻട്രൽ ജയില് വരെ തുടരും. എടാ, നീയല്ലേ ഇതെല്ലാം ഒപ്പിച്ചത്? നീ പോയി മേടിക്ക്. എനിക്ക് കലി കയറി വരുന്നുണ്ട് കേട്ടോ. ഈ ഏർപ്പാട് മുഴുവൻ നിങ്ങളുടെ പേരില്ല. ഇതിലെ കമ്മീഷൻ വരുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. പോലീസ് പൊക്കുന്നതേ നിങ്ങളായിരിക്കും. ഇവര് തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഒന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്. സംഗതി പ്രശ്നമായ നീ പോലീസിന് പിടികൊടു. ഞാൻ ടൂറിന് പോവാം. എന്റെ മക്കള് 10-15 കൊല്ലം ജയിലിൽ പോയി കിടന്നിട്ട് തിരിച്ചു വരുമ്പം മെച്ചം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരാം. എന്റെ പുന്നാര അമ്മച്ചി, നിനക്ക് ഇടികൊള്ളാതിരിക്കാൻ ഞാൻ കൊല്ലംകോട്ട് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. തൂക്കം. അപ്പൊ തൂക്കം തീർന്നിട്ട് ഇടിയിട്ടിയല്ലോ. അയ്യോ, എന്റെ പൊന്നുമക്കള് പേടിക്കണ്ട. ഞാൻ രാമപുരത്ത് അയ്യപ്പൻ വൈദ്യരെ കൊണ്ട് ചവിട്ടി തിരുമിക്കാം. ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാ പിന്നെ എന്റെ ഭാര്യ പോളോ? ഓ, ആ ലവലാദികളെ അങ്ങ് മറന്നേക്ക്. അവരെങ്ങനെയും ജീവിച്ചോളും. ആ വേണുവച്ചനില്ലേ, അങ്ങേര് നോക്കിക്കൊള്ളും. ഞാൻ ഒരു ജയിലിലും പോവൂല. എന്നോട് ഈ മര്യാദകേട് കാണിച്ച നിങ്ങളെ പോലീസ് പൊക്കിക്കൊണ്ട് പോകുന്നത് ഞാൻ കൺകുളിർക്ക കാണും. ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഒരിടത്തും പോകത്തില്ല. ദാണ്ടെ ഞണ്ട് പിടികൂടുന്നത് പോലെ ഞാൻ നിന്റെ കാലെ പിടികൂടും. അവളാ മഞ്ഞക്കിളി വരുന്നുണ്ട്. നിങ്ങളെന്താ ഇരുട്ടത്ത് നിൽക്കുന്നേ? ഞങ്ങള് ഒരു ബോംബ് ഉണ്ടാക്കുന്ന കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. അല്ല, നിനക്കെന്ത് ഉറക്കമില്ലേ? എനിക്ക് ഉറക്കമൊക്കെ ഉണ്ട്. ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അല്ല, നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ? ഞങ്ങളെ ഭക്ഷണം കഴിപ്പിച്ചെന്ന് അടങ്ങത്തുള്ള. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കഴിച്ചാ മതി. അല്ല, ഈ കള്ളത്തരവും ടെൻഷനും ഉള്ളവർക്കേ ഫുഡ് കഴിക്കാൻ വലിയ പാടാ.
ഇത് നോക്ക്, നീ ഞങ്ങളെ ഭരിക്കാനൊന്നും വരണ്ട. വേണ്ട, നിനക്ക് വേണമെങ്കിൽ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ്. ദേ പിന്നൊരു കാര്യം, അടുക്കളയിലെ എച്ചിപ്പാത്രം എല്ലാം കഴുകി വെച്ചിട്ടേ കിടന്ന് ഉറങ്ങാവൂ. ആ പാരരാധമേ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുതേ. അനുസരിച്ചോളാം. നീ വാടാ. ശരി. ഹാ. എന്റെ ആങ്ങളെ കള്ളനാക്കിയതിന്റെ ഉത്തരവാദി നീയാ. നീ ഒറ്റൊരാള് മാത്രം. ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്ത് നീ ജയിലിൽ പോണം. രാജു, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ടെൻഷൻ അടിക്കാതെ പോസിറ്റീവായിട്ട് മാത്രം ആലോചിക്ക്. ഇതിനൊരു പരിഹാരം ഉണ്ടാവും. പിറന്നാൾ ദിവസം കൂടുതലൊന്നും ആലോചിക്കാതെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്കിനി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാഡം. ഈ പിറന്നാള് ദിവസമായിട്ട് ഞാൻ വലിയ സന്തോഷത്തിലായിരുന്നു. രാവിലെ മുതല് ഏറെക്കുറെ വൈകുന്നേരം വരെ. അവസാന ലാപ്ടോപ്പ് വിഷയത്തെ ചൊല്ലി അംബിക മാഡം എന്നെ കുറെ അപമാനിച്ചു. രാജു, അംബികമ്മായി അങ്ങനെ ആണല്ലോ. രാജുവിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയ അത് വലിയ ആയുധാക്കും. ഞാൻ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയെന്നാ അവര് പറയുന്ന. അല്ല, വർമ്മ സാറും യാമിനി മാഡം ശേഖരൻ സാറും ഒക്കെ അതിനെ എതിർത്ത് പറഞ്ഞു. അതൊക്കെ വിട്ടേക്ക് രാജു. രാജുവിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന് അച്ഛനും ചെറിയച്ഛനും ഒക്കെ നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനിങ്ങനെ വിഷമിക്കുന്നെ? അതല്ല മാഡം, മാഡം എന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കാഞ്ഞിട്ടാ. ഞാൻ കാരണം വർമ്മ സാറിനുണ്ടായതും ഉണ്ടാകാൻ പോകുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങള് ചെറുതൊന്നും അല്ല. സാർ ഒരു മിനിസ്റ്ററാ, ശത്രുക്കൾ ഏറെ ഉണ്ട്. ഇത് പൊളിറ്റിക്സ് ആയതുകൊണ്ട് സമൂഹത്തിൽ ഇക്കാര്യം വലിയ വിഷയാവും. മാധ്യമങ്ങൾ ഇത് ഒരു ഉത്സവമാക്കും. ചർച്ചകളും അന്തിചർച്ചകളും ഉണ്ടാവും. സാറിനെ രാജിവെപ്പിക്കാൻ എതിരാളികൾ ആവുന്നത് ശ്രമിക്കും. വർമ്മ സാറ് നിരപരാധിയാ. ഇത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് മാഡം.